കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ ജീവനൊടുക്കിയ നിതിൻ രാജിന്റെ കുടുംബത്തിന് വീടൊരുങ്ങുന്നു. CPIM നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ശിലാസ്ഥാപനവും നിർമ്മാണോദ്ഘാടനവും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നിർവഹിച്ചു. നിതിൻ രാജിന്റെ മരണത്തിൽ 1 മാസത്തിനുള്ളിൽ കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ഡോക്ടറാവുക എന്ന ലക്ഷ്യത്തോടെയാണ് നിതിൻ രാജ് കണ്ണൂരിലേക്ക് BDS കോഴ്സ് പഠിക്കാൻ പോയത്. അതിനപ്പുറത്തേക്ക് സ്വന്തമായൊരു വീടെന്നത് അവന്റെ സ്വപ്നമായിരുന്നു. സ്വപ്നങ്ങൾ പൂർത്തിയാക്കും മുൻപ് നിതിൻ വിട പറഞ്ഞെങ്കിലും വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഒരുങ്ങുകയാണ് CPIM. നിതിനെ അടക്കം ചെയ്ത കുന്നുനടയിലെ അതേ ഭൂമിയിലാണ് പാർട്ടി പുതിയ വീട് പണി കഴിപ്പിക്കുന്നത്. നിതിൻ രാജിന് പകരം വെക്കാൻ ഒന്നും തന്നെ ഇല്ല എന്നെല്ലാവർക്കും അറിയാം. ഒരു സാമ്പത്തിക സഹായവും അതുപോലെ വീട് ഉൾപ്പെടെയുള്ള ഒരു കാര്യവും നിതിൻ രാജിൻ്റെ ജീവന് പകരമാകുന്നില്ല. സമാശ്വാസപരമായ ഒരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് മാത്രമേ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നുള്ളൂ. സാമാന്യം ആ കുടുംബത്തിന് ജീവിക്കാൻ സാധിക്കുന്നൊരു പശ്ചാത്തലമുള്ള വീട് ഒരുക്കണം എന്ന് തന്നെയാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങൾ കാണുന്നത് വളരെ വേഗം ആ വീടിന്റെ പണി പൂർത്തിയാവണമെന്നാണ്. ഡോക്ടർ രാമിനെ അടക്കം കേസിലെ പ്രധാന പ്രതികളെ ഉടൻ പിടികൂടുമെന്ന് MV ഗോവിന്ദൻ പൊതുവേദിയിൽ ഉറപ്പു നൽകി. റാം എന്ന് പറയുന്ന ആ ഉന്നത ഡോക്ടറായിട്ടുള്ള ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യണമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും തർക്കമില്ല. അറസ്റ്റ് ചെയ്യുക തന്നെ വേണം. ഒരു പരിവേഷത്തെയും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് സംരക്ഷിക്കപ്പെടാൻ പാടില്ല. അടിയന്തരമായിട്ടും കൃത്യതയോടുകൂടി അന്വേഷണം നടത്തി ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കണം. 6 സെന്റ് ഭൂമിയിൽ 1218 സ്ക്വയർ ഫീറ്റിലാണ് 2 നിലകളിലുള്ള വീടിന്റെ നിർമ്മാണം. CPIM വിളപ്പിൽ വിതുര ഏരിയ കമ്മിറ്റികൾ ചേർന്നാണ് വീട് നിർമ്മിക്കുക. പൊതുയോഗത്തിൽ നിതിൻ രാജിന്റെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.